ഞാൻ മോളുണ്ട്. ഇവിടെ കുത്തിച്ചുണ്ട്. One down. Two down. Down. സിയാരി പിന്നീട് ബുള്ളറ്റ് ഡൗൺ ആക്കിയിട്ടുണ്ട്. ട്രിക്കി ഗോളിനെ അടിക്കാനായിട്ട് സിയാരി ലൂസിഫർ വരുന്നുണ്ട്. സിയാരി ലൂസിഫർ അടിക്കുന്നുണ്ട്. ട്രിക്കി ഗോളിന് നല്ല ട്രിക്കി ഗോൾ. കരില്ലാലേക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നമ്മൾ അറ്റാക്ക് ആണോ. 19 സെക്കൻഡാണ് ഇനി ബാക്കിയുള്ളത്. ഈ 19 സെക്കൻഡിൽ 3 പേര് എടുക്കാം. 1v3 നോ ഹെഡ് #no hate ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യൂ, ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ മോളുണ്ട്. 2 3 4 5 6 7 ഞാൻ ഒരു കാര്യം നോക്കട്ടെ ബുള്ളറ്റേ. ഇതിന് ക്ലോസ് നിന്ന് കളിച്ചാലേ അവിടെ നിന്ന് അടി കിട്ടുമോ? കിട്ടും. ഉറപ്പായിട്ടും കിട്ടും. ഉറപ്പായിട്ടും കിട്ടും അവിടുന്ന്. എങ്ങനെ നിലത്തുനിന്ന് കളിക്കുന്നോ മോളിൽ കയറി കളിക്കുന്നോ? വണ്ടി വരുന്നു. ഞാൻ എവിടെയാണ് നോക്കിയ? ഈ എൻട്രൻസ് ആണോ? ഇങ്ങനെ അടിച്ച് അറിയിക്കണ്ട അവന്മാരെ കേട്ടാ. ഒരു വണ്ടി അവിടെ മറിഞ്ഞു വീണു, സ്റ്റക്കായി. ഇല്ല ഇവിടെ ഒരു വണ്ടി പോയി. അമ്മമാർക്ക് വണ്ടി ഇറങ്ങാൻ സമയം കൊടുക്കല്ലേ, ഇവിടെ കൊണ്ടുവരുവാണേ. ഇറങ്ങി തോന്നടാ. ഇവിടെ കുത്തിച്ചുണ്ട്. ഇഷ്ടപ്പെട്ടല്ലേ? ഏതാ എനിക്ക് മനസ്സിലായി. എനിക്ക് മനസ്സിലായി. ഐഡിയ മാറ്റണം. ഐഡിയ ഒക്കെ മാറ്റണം. അവൻ വണ്ടി റിപ്പയർ ചെയ്യുകയോ ഓടാനും പറ്റില്ല, ഇറങ്ങാനും പറ്റത്തില്ല. എനിക്ക് മനസ്സിലായി. പിന്നെ അവിടെ അങ്ങനെ വണ്ടി ഇട്ടിരുന്ന ബുള്ളറ്റ് അത് ഊമ്പിയാണ് ബുള്ളറ്റ്. എക്സാക്ട് ഊമ്പൽ. വണ്ടിയുടെ കാര്യം മറന്നു, അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വണ്ടി ഇട്ടത് പുറത്തുപോയി. അറിഞ്ഞിട്ടില്ല, ബാക്കിയുള്ള രണ്ടുപേരും അറിഞ്ഞിട്ടില്ല. ബാക്കിയുള്ള ആരും അറിഞ്ഞിട്ടില്ല കാര്യം. ഞാൻ ഇറങ്ങി നടുവഴി കൂടെ ഓടണം, ആരെ കിട്ടിയാലും കൊല്ലും. ഞാൻ സത്യമായിട്ടും ടി വി എന്ന് പറഞ്ഞു വിടും. സീരിയസ് ആയിട്ട് പറയാം. വണ്ടി അറക്കണോ? അത് അവർ അത്തപ്പാടിയുടെ വണ്ടിയിലായിരിക്കും കേട്ടോ. അവർ അത്തപ്പാടിയുടെ വണ്ടിയിലായിരിക്കും. ഞങ്ങളവിടെ ഇറങ്ങി, ഞങ്ങൾക്ക് അത് കാണാമായിരുന്നു. പക്ഷെ ഞങ്ങളവിടെ ഇറങ്ങി. അല്ല ഇവിടെ ഇരിക്കണ ഈ ബിൽഡിംഗ് ഇരിക്കണ ആരെങ്കിലും ഈ ബിൽഡിംഗുകളിൽ ആരൊക്കെയാ ഉള്ളത്? ഇവിടെ ഉള്ളത് സരക്കണ്ണനൊക്കെ കൂടെയാണോ? ഏത് കളർ ഡ്രസ്സാടാ? ആഷ് കളറാണോ? അവരുടെ വണ്ടിയൊക്കെ നിക്കുന്നത് ഏത് സൈഡ് എന്നറിയോ? അമ്മാരുടെ വണ്ടിയിലാ നമ്മളെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ആൽറ്റ സ്ട്രീറ്റിലുള്ളതാണ് അവരുടെ വണ്ടി. അവിടെ നിന്ന് വരും കേറി. നിങ്ങളെ വണ്ടിയാണ് നമ്മൾ എങ്ങനെ അറിയും? അല്ല ഇപ്പൊ വേറൊരു വണ്ടി ഞങ്ങളെ വണ്ടിയുടെ ഹുഡ് ഇളക്കി. അത് കൺഫ്യൂസ് ആവുന്നുണ്ട്. ഒന്ന് മാറ്റാ. എന്തായാലും അവർക്ക് മനസ്സിലായ സ്ഥിതിക്കാണ് മാറ്റുന്നല്ലേ. എടാ പെട്ടെന്ന് അവന്മാര് ശ്രദ്ധിക്കൂലടാ. മറ്റേ വണ്ടി എടുത്ത് കളിച്ചാ അപ്പൊ ശ്രദ്ധിക്കും. നമ്മളെ നമുക്ക് ഹുഡ് ഇളക്കി കളയാം. വാസന മറ്റേ ഇത് ഇളക്കി കളയും. ബോൺ പമ്പ്
രണ്ടുപേര് പോയനെ. ഞാൻ ഈ ബിൽഡിങ്ങിൽ ഞാനും സക്കറാണ്ട് മാത്രമല്ലേ ഉള്ളൂ ഈ എന്തുവാ ബിൽഡിങ്ങില്. ഇല്ല അവിടെ ഒന്നും പ്രശ്നമില്ല. ഞാനുണ്ട് ഒരാളെ നീ മാർക്ക് എവിടെയാ നോക്കണം? അപ്പൊ ഇവിടെയാണ് നോക്കണം. ഞാൻ മാർക്ക് ചെയ്യാൻ എടുത്താ ഇവിടെയാണ്. അവരിവിടുന്ന് വണ്ടിയൊക്കെ എടുത്ത് ഫുൾ സെറ്റായിട്ട് വരാനുള്ള പരിപാടിയാണ്. 3 വണ്ടി എന്റെ ഫ്രണ്ടിലുണ്ട്. ഇവരിനി 3 വണ്ടിക്കകത്ത് എനിക്ക് തോന്നുന്നു 6, 7, 8 വരുന്ന 8 പേര് ഈ 3 വണ്ടിയിലാണെന്ന് തോന്നുന്നത്. പ്രോപ്പർ ഇൻഫോ വി ഹാവ് ഗൈസ്. 3 പേരും ഔട്ട്സൈഡ് ദ ടർഫ് നിൽക്കുന്നത്. കുറച്ച് മാപ്പിൽ താഴെ ലെഫ്റ്റിലോട്ട് അർസനൽ സ്ട്രീറ്റ്, ആൾട്ടോ സ്ട്രീറ്റിൽ നിന്ന് വരും കയറി. നമ്മളെ കണ്ടെന്ന് തോന്നുന്നു. 3 വണ്ടിയും പോയില്ലേ? നിൽക്കുന്നതിന്റെ സൈഡില്ല നമ്മളെ വണ്ടിയൊക്കെ ഇട്ടെങ്കിൽ അവിടെ വന്ന് ബൈക്ക് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ. ശബ്ദം കേട്ടെ. ഒന്നും ചെയ്യാനില്ല ബ്രോ, ഒന്നും ചെയ്യാനില്ല. അകത്തോ ചന്ദ്ര നീ വേണ്ടാത്ത പീക്ക് ചെയ്യില്ല. ഞങ്ങളുടെ പുറകെ വരുന്നുണ്ട് വണ്ടി. നമുക്ക് വണ്ടി ഒന്ന് റിപ്പയർ ചെയ്താലോ? നമുക്ക് നമ്മുടെ സൈഡിൽ പോയി റിപ്പയർ ചെയ്യാം. വാ, ഞാൻ ഒന്നിലായിട്ടേക്കണേ. ഞാൻ കുറച്ചാ വെച്ചു എന്നിട്ട് കേട്ടു. ഇവന്മാരെ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നിർത്തിയേക്കോടാ. 2 ഹോൺ അടിച്ചേ. അങ്ങോട്ട് കയറല്ലേ, താഴോട്ട്. ഞാൻ പറഞ്ഞു. ഇത് പ്രൊഫസറാണ് ഞാൻ ഇപ്പൊ മാർക്ക് ചെയ്തത്. വണ്ടി പയ്യെ പേടിക്കണ്ട, മേളിൽ ആളില്ല. ഉറപ്പാണോ? അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ് എടുത്തിട്ട് ഇവിടെ അടിച്ചോ. എടാ ആ വണ്ടിക്ക് ദൂരത്തിനേ ഉള്ളു ബുള്ളറ്റ്. അവനെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് തീർക്കാം. വാ, ഇടിച്ച് അകത്തോട്ട് ഇവിടെ ഇട്ട് അറിയുന്നു. എങ്ങനെയുണ്ട്? എന്നെ അകത്തോട്ടുണ്ട് വിടുവോ? അവനെ കൊല്ല. പക്ഷെ കവറി വിടണം. ഞാൻ ഇവിടെ ഇറങ്ങട്ടെ. അവൻ അവരുടെ നടുക്കോട്ട് നമ്മളെ കൊണ്ടുപോയിടുന്നു. അത് അവന്റെ വേറെ കൊണ്ടുപോത്തോളാൻ. നടന്നോണ്ടില്ലേ? ഒന്നുകൂടി ഇങ്ങനെ കൊണ്ടുവന്ന കൊല്ലാൻ പറ്റും അവന്മാരെ. ഈ മാർക്കറ്റൊക്കെ നടത്താണ് ഞങ്ങള്. കുത്തിലരായ അത് എവരാ കുത്തി അല്ലല്ല നീ അവിടെ ഇതിന് മണ്ടക്കോട്ട് നോക്ക്. അയ്യോ 2 സെക്കൻഡ് എടുത്തത് കണ്ടുപിടിക്കാൻ തന്നെ. മണ്ടൻ അല്ലണ്ണ ഞാൻ ക്യാമറ ഒക്കെ വെച്ച് മറ്റേ ഇവിടെ നോക്കുവായിരുന്നു. ചാടിച്ചാടി പറഞ്ഞേ. റിപ്പയർ ഷോപ്പിന്റെ അവിടെ അവരുടെ വണ്ടി ഞങ്ങൾ കണ്ടു. ഈ വണ്ടി ഇറങ്ങിയാലോ? ഇവൻ ആംഗിളുണ്ട് മറ്റേടത്ത്. അവിടെ ഇപ്പൊ റിപ്പയർ ഷോപ്പിന്റെ അവിടെ നിർത്തിട്ടെ. ബുള്ളറ്റ് ഇതിന്റെ മുകളിൽ നിർത്തല്ലേ? ഇവിടെ ഇവരങ്ങ് കുത്തുന്നില്ലേ? ബുള്ളറ്റ് ഒരു കാര്യം ചെയ്യാം. ഒരു കിടിലം വെയിറ്റ് ചെയ്യട്ടെ. നമുക്ക് പക്ഷെ ഈ വണ്ടിയെ കറങ്ങുന്നതിനല്ല നമുക്ക് അടിക്കണ്ടേ, മനസ്സിലായോ? ഇതിന്റെ വണ്ടി കയറി കഴിഞ്ഞാൽ ഒരുത്തിനെടുക്കാം. അതാ പറഞ്ഞു. അയ്യോ ഞങ്ങളുടെ വണ്ടി എടാ, ഞങ്ങളുടെ വണ്ടി മൂഞ്ചിയടാ. ഇല്ല മറിഞ്ഞിട്ടായിരുന്നു. ഇവിടെ അയ്യോ തീർന്നേട്ടാ. ഈ പിങ്ങനെ ഞങ്ങള് അത് തന്നെ. പ്രൊഫസറിന്റെ വണ്ടിക്ക് ഉണ്ടോ? പോയി എടാ ബുള്ളറ്റ് ഇവിടെ നീ വണ്ടി എടുക്കണം. വണ്ടി എടുക്കട്ടാ. വണ്ടി ബാക്കപ്പ് വേണം. വണ്ടി പിങ് നോക്ക്. മാർക്ക് ഓൺ മൈ മാർക്ക് നോക്ക്. ഒരു വണ്ടി വരൂ. ഒരാൾ വന്നാ ഒരു വണ്ടി വരൂ. ഇതേ മാർക്ക് നോക്ക്. വണ്ടി ഇല്ലെന്നൊന്നും പറയല്ലേ. എടുത്തോ. അയ്യോ ഡ്രൈവ് ചെയ്യണ കേറി. വാസുണ്ണന്റെ ക്യാമിലെ ചാർജ് തീർന്നായിട്ട് അറിയിക്കുന്നു. പിന്നെ നോക്കിയാൽ പ്രൊഫസർ ഒന്ന് മാർക്ക് ചെയ്തേ. എവിടെ
ബുള്ളറ്റ് മാസം പിക്ക് ചെയ്തിട്ടുണ്ടോ പോയേട്ടാ ഇല്ലില്ല പ്രോസറിനെ കാണുന്നില്ല സത്യമായിട്ട് എനിക്ക് അയ്യോ മരിച്ചു അണ്ണ ഇവിടെ അല്ലേ ട്രിക്ക് കളിക്കുന്നത് ഇവിടെ മേടിക്കാറല്ലേ മേടിക്കാറല്ലേ ആരും മേടി എടാ, എടാ, ഇതെങ്ങനെ എനിക്ക് അടി കിട്ടണേ? മേളിലാളുണ്ട് അല്ലല്ല അങ്ങനല്ല ഞാൻ കവറില്ല എനിക്കൊന്ന് ഹീൽ അടിക്കണേ നിങ്ങൾ മാർക്ക് ചെയ്ത് നിങ്ങൾ എവിടെ എനിക്ക് മനസ്സിലായിരുന്നു മെന്നി കൂൾ ഞങ്ങള് വന്നോളാം ഒരു കുഴപ്പമില്ല. ഔട്ട് ചെയ്യണേ എടാ മോനെ ഓക്കെ അപ്പൊ 3 പേരെ കാര്യം ഏറെക്കുറെ തീരുമാനമായി രക്ഷപ്പെടും. അവിടെ ബാക്കപ്പ് ഇടാൻ പറ്റും ഇല്ല ഡൗൺ ആയില്ല പേടിക്കണ്ട. ഇല്ല ഞങ്ങള് എസ്കേപ്പ് ആയി എന്റെ ആളിയാ സേവ് ആയിരുന്നു വൺ സേവ്. എന്റെ രണ്ട് വണ്ടിയുടെ ഇടയിൽ കൂടെ ഞങ്ങള് വന്നത്. എത്ര പേരാ അവിടെ നിന്ന് അടിച്ച് എട്ടണോ? ബാക്കിയുള്ള എല്ലാരും അവിടെ ബാക്കിയുള്ള ഗ്യാങ്ങിൽ എടാ അമ്മമാര് പുഷ് ചെയ്യാത്ത ഞങ്ങൾ ഇവിടെ ഉള്ളോണ്ട് മാത്രമാണ് മനസ്സിലായോ? അമ്മമാർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മളിവിടെ ഉള്ളോണ്ടാണ് അമ്മമാർക്ക് പുഷ് ചെയ്യാൻ. വേണ്ടി നടക്കുകയാണ് അതെ ആംഗിൾ കിട്ടുന്നില്ല അവർക്ക് പുഷ് ചെയ്യാൻ. ഞങ്ങൾ എവിടെ ചെന്നാലും പോവാ. എന്റെ പൊന്നോ എന്റെ പുറത്തൊക്കെ ഇപ്പൊ എനിക്ക് ഓട്ടം വിടും. 4 ടയറും പൊട്ടി പോന്നു. ആർമർ എല്ലാം ടയറും പൊട്ടി ഒരു ചുമന്ന സാധനം പോണ്. ട്രിക്കി ചത്തോ ഒരാളെ ഒരാളെ ഇറക്കി വിടാം. സീറ്റ് ചേഞ്ച് ചെയ്തിട്ട് മാറി ഇരുന്നാ മതി. ട്രിക്കി ചത്തോ അയ്യോ എടാ, ഈ ബിൽഡിങ്ങില് സാറൊക്കെ ഞാൻ മാർക്ക് ചെയ്തേ നോക്കിയേ ചില സൗണ്ട് കേട്ട് ബാക്കിൽ വണ്ടി ഒന്നും കാണാൻ പറ്റുന്നില്ല. ഒരു റെഡിന്റെ ഇതുള്ളതുകൊണ്ട് എടാ ബുള്ളറ്റ് ഞാൻ ഒരു കിടല ഐഡിയ പറയട്ടെ. ഇത് ഗെയിം ചേഞ്ചിങ് മൂവ്മെന്റ് ആയിരിക്കും. വാ എന്താടാ വണ്ടി അടിച്ച് വണ്ടി അടിച്ച് ബുള്ളറ്റ് വാ ടർഫി കയറണേ. മേളിക്കറിയാലോ വേണ്ട ഞാൻ ഇങ്ങോട്ട് കൂടെ മൊമെന്റ് റെഡിയാണോ? ഓ നൈസ്. അയ്യോ അവരെ രണ്ടുപേരും ഒരാളെ വന്നേ. ഡൗൺ ഇനി ബാക്കിയുള്ള ട്രിക്കി ലാസ്റ്റ് ആണ് എടാ എന്നെ വെളിയിൽ നിന്ന് അടിച്ചേർത്താൻ എന്നെ റൈറ്റിൽ അടിച്ച് വലിച്ച് ഈഗിൾ വേണ്ടിട്ടുണ്ട്. സിഐഡി പ്രിൻസസ് ആണ് ഈഗിൾ എടുത്തുള്ളൂ. സിഐഡി പ്രിൻസസിനെ നമ്മൾ ബുള്ളറ്റ് അടിച്ചിട്ടുണ്ട്. സിഐഡി പ്രിൻസസിന് ബുള്ളറ്റ് ഡൗൺ ആക്കിയിട്ടുണ്ട്. ട്രിക്കി ഗോളിനെ അടിക്കാനായിട്ട് സിഐഡി ലൂസിഫർ വരുന്നുണ്ട്. സിഐഡി ലൂസിഫർ അടിക്കുന്നുണ്ട്. ട്രിക്കി ഗോളിന് ട്രിക്കി ഗോളിന് കുറച്ച് ഹെൽത്ത് കൊടുത്ത് ആർമർ പോയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഹെൽത്ത് മാത്രം ബാക്കിയുള്ള സിഐഡി വിച്ചു ഈ ഒരു ഏരിയയിൽ പിറകിലാണ് നിൽക്കുന്നത്. ടർഫിനകത്തല്ല. സോ അതുകൊണ്ട് തന്നെ ടർഫിനകത്ത് കയറിയാൽ മാത്രമേ അടിക്കാൻ പറ്റുള്ളൂ. ടർഫിനകത്ത് കയറുന്നുണ്ട്. നമ്മുടെ 2 പേരാണ് ടർഫിനകത്ത് കയറുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് ഇനി അടിക്കാൻ നോക്കുവാണ്. എന്തായാലും നമ്മുടെ ട്രിക്കി ഗോഡും നമ്മുടെ ബുള്ളറ്റും ചെറുതായിട്ട് പണിപാളിരിക്കുകയാണ്. സിഐഡി ലൂസിഫർ വരുന്നത്. സിഐഡി ലൂസിഫറിനെ 2 പേര് ചേർന്ന് അടിക്കാൻ നോക്കുന്നത്. സിഐഡി ലൂസിഫർ ജസ്റ്റ് മിസ് ട്രിക്കി ഗോഡ് അടിച്ചിട്ടുണ്ട്. സിഐഡി ലൂസിഫർ ഡൗൺ ആണ്. ട്രിക്കി ഗോഡാണ് സിഐഡി ലൂസിഫറിനെ ഡൗൺ ആക്കിയത്. അടുത്തടിക്കുന്നുണ്ട് നമ്മുടെ ട്രിക്കി ഗോഡും നമ്മുടെ ബുള്ളറ്റാണ് ഈ ഒരു പൊസിഷൻ നിൽക്കുന്നത്. നമ്മുടെ സിഐഡി വിച്ചുവിനെ ഡാൻഡേജ് എടുക്കാനുള്ള പരിപാടിയാണ്. ഈ ഒരു സമയത്ത് തന്നെ പിറകിൽ നിന്ന് അടിക്കാൻ വേണ്ടി കരിയിലാലൊക്കെ വരുന്നുണ്ട്. ഓക്കെ ബുള്ളറ്റ് അടിക്കുന്നുണ്ട്. ബുള്ളറ്റ് അടിച്ചിട്ടുണ്ട്. നല്ലൊരു ബിഗ് ബൈ ഡാൻഡേജ് തിരിച്ച് നമ്മുടെ ബുള്ളറ്റിന് അടിച്ചിട്ടുണ്ട്. ട്രിക്കി ഗോഡ് അടിക്കാൻ വരുന്നുണ്ട്. ട്രിക്കി ഗോഡ് സിഐഡി വിച്ചിട്ട് അടിക്കുന്നുണ്ട്. ട്രിക്കി ഗോഡ് അടിച്ചിട്ടുണ്ട്. സിഐഡി വിച്ച് എന്തായാലും ട്രിക്കി ഗോഡ് സിഐഡി വിച്ചിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു എന്താണ് സിഐഡികൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ TV കയറി ചെയ്തിട്ടുണ്ട്. നമ്മുടെ 3 പേര് അതായത് ബുള്ളറ്റും ട്രിക്കിയും ഈഗിളും നിന്നൊരു നല്ലൊരു ട്രൈ ആണ് ചെയ്തത്. നല്ല പോലെ അവർ പിക്ക് എടുത്തിട്ടുണ്ട്. പിക്കിന്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈഗിൾ 2 കിൽ, ബുള്ളറ്റ് 4 കില്ല്, ട്രിക്കി ഗോൾഡ് 1 കില്ല്, പ്രിൻസസ് 2 കില്ല്, 4, 1, 5, 7 കില്ലാണ് ഇപ്പൊ തന്നെ ഡൗൺ ആയിട്ടുള്ളത്. നമ്മുടെ CIDയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 7 പേരോളം ഡൗൺ ആണ്. ഇനി CIDയിൽ 3 പേരാണ് ബാക്കിയുള്ളത്. അതിൽ പ്രിൻസസ് ആണ് 2 പിക്ക് എടുത്തിട്ടുള്ളത്. പ്രിൻസസ് 2 പിക്ക് എടുത്തിട്ടുണ്ട്. പ്രിൻസസ് ഓക്കെ. ബൈക്കിൽസ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഓക്കെ പ്രിൻസസും ഡൗൺ ആയിട്ടുണ്ട്. ഈഗിൾ 2 ഡൗൺ ആയി. 6 വാങ്ങി
സോ ട്രിക്കി ഗോൾ നിർത്തുന്നില്ല. ട്രിക്കി ഗോൾ ഇനിയും കയറി അടിക്കാനുള്ള പരിപാടിയാണ്. ട്രിക്കി ഗോൾ നമ്മുടെ CIDയുടെ അടുത്തോട്ട് ചെന്ന് കയറിയിട്ടുണ്ട്. CID അടുത്തോട്ട് നിർത്തിയിട്ടുണ്ട്. നമ്മുടെ കരില്ലാല അടിച്ചത് ആദ്യം തലക്കിട്ടത് നമ്മുടെ സിൽവയ്ക്കാണ്. എന്താ ഇതെന്തിരി ഫ്ലൈഹാക്ക് അവൻ പറന്നുപോയി ഗൈസ്. ട്രിക്കി കോഡ് പറന്നുപോയി. ഇതിപ്പോ ഞാനാ കോഡ് അവനാ കോഡ്. അവൻ നോക്കിൽ പഠിച്ചടാ. ട്രിക്കി കോഡിന് അടുത്ത് കാണുന്നില്ല. എനിക്ക് പേടിയാവുന്നു. CID ട്രിക്കി കോഡ് അവിടെ വേറെ എവിടെയൊക്കെ എത്തി. അവിടെ ഇമ്പോർട്ടിലൊക്കെ എത്തി. കാറൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ കരിൻലാലയും സിൽവയും കൂടെ ഈ ഒരു ഏരിയയിൽ ഫോൾഡ് ചെയ്യാണ്. ഇനി 2 പേരെയും കൊണ്ട് ബാക്കി 8 പേരെ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുവാണെങ്കിൽ 4 മിനിറ്റാണ് ബാക്കിയുള്ളത്. ഈ ഒരു 4 മിനിറ്റിൽ അവർക്ക് ഹോൾഡ് ഓൺ ആക്കിയാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ. സോ ട്രിക്കി ഗോൾ നിർത്തുന്നില്ല. ട്രിക്കി ഗോൾ ഇനിയും കയറി അടിക്കാനുള്ള പരിപാടിയാണ്. ട്രിക്കി ഗോൾ നമ്മുടെ CIDയുടെ അടുത്തോട്ട് ചെന്ന് കയറിയിട്ടുണ്ട്. CID അടുത്തോട്ട് നിർത്തിയിട്ടുണ്ട്. നമ്മുടെ കരില്ലാല അടിച്ചത് ആദ്യം തലക്കിട്ടത് നമ്മുടെ സിൽവയ്ക്കാണ്. എന്താ ഇതെന്തിരി ഫ്ലൈഹാക്ക് അവൻ പറന്നുപോയി ഗൈസ്. ട്രിക്കി കോഡ് പറന്നുപോയി. ഇതിപ്പോ ഞാനാ കോഡ് അവനാ കോഡ്. അവൻ നോക്കിൽ പഠിച്ചടാ. ട്രിക്കി കോഡിന് അടുത്ത് കാണുന്നില്ല. എനിക്ക് പേടിയാവുന്നു. എനിക്ക് തോന്നുന്നു ഒരാൾ വെളിയിൽ കിടന്ന് ഡൗൺ ആയിട്ടുണ്ട് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ CID നോക്കുകയാണെങ്കിൽ 2 പേരെ മാത്രമാണ് ഞാൻ CIDനെ സ്പോട്ട് ചെയ്തിട്ടുള്ളത്. ജീവന്റെ മാർക്ക് എവിടെയെങ്കിലും വേണമെന്നുള്ളവര് പോയി കൊന്നോ. ഇനി ആർക്കായാലും കൊല്ലണോ ഇപ്പൊ കൊന്നു. ഞാൻ വരുന്നില്ല. എനിക്ക് കണ്ണ് കളയാനും ഫീൽഡും അടുത്ത ആളെ എടുക്കാതിരിക്കും. ഞാൻ ഇവിടെ നിൽക്കാം. എനിക്കൊന്നും കളയാൻ വയ്യ. അടുത്ത കളി ട്രക്കിംഗ് കൂടി വരണോ? അവന്മാരെല്ലാം തീർന്നു. അവിടെ ഉള്ളവന്മാരെല്ലാം തീർന്നു. കോളോട്ട് പറഞ്ഞ ട്രിക്കി ചത്തോ നീ? ഇവിടെ ഉണ്ട് ഇതിന്റെ മേലുണ്ട്. എന്റെ മേളില് ഞാനൊരു സത്യം പറയട്ടെ. ഈ CID ഗ്യാങ്ങുള്ള പാവപ്പെട്ടമാരൊഴിച്ച് വേറെ ആരുടെ ആയിരുന്നെങ്കിൽ 3 നിമിഷം ഇപ്പൊ കിട്ടിയത് കയ്യിൽ. സത്യമായിട്ടും ഞങ്ങളല്ലോ പറഞ്ഞ സത്യമായിട്ടും കിട്ടിയത്. CID ഗ്യാങ്ങുള്ള പിള്ളേര് അവർക്ക് ഈ ചെമ്പർ ഹിൽസ് കളിച്ച് ശീലമില്ലാത്തോണ്ടായോണ്ട് കൊള്ളാം. വേറെ ഏതെങ്കിലും ഗ്യാങ് ആയിരുന്നു ഈ 3 ബോഡി ഇപ്പൊ കിട്ടിയത്. 3 ബാഡി കിട്ടിയത്. 3 ബാഡിയും കിട്ടിയത് ഇവിടെ വന്നിരിക്കായിരുന്നു. 3 ബാഡിയും ടർഫ് അവറയിലും. സത്യം. എനിക്ക് തോന്നുന്നത് അവന്മാര് കേറി അടിച്ചത് ചത്തേന്. ഞാൻ ഇല്ലാത്ത രീതിയിലാണ് കളിച്ചത്. ചത്തില്ലെന്ന രീതിയിലായിരുന്നു. ഒറ്റയ്ക്കുമല്ലേ നമുക്ക് കൂട്ടായിട്ട് മാസമായിട്ട് റോഡിൽ നടന്നു പോയല്ലേ സരക്കെ മാസമായിട്ട് കൂട്ടായിട്ട് റോഡിൽ നടന്നു പോവാ. ഞാനും വരട്ടെ. എത്തിയിട്ടുണ്ടോ? ഞാനുണ്ട്. നാലുപേരോട് ഒരു വണ്ടി പോയി വണ്ടി ഇടിച്ചോടാൻ മറിഞ്ഞ് 4 ഒന്നുമല്ല. എല്ലാരും നടക്കുമ്പോ അവന്മാർ 1 മിനിറ്റ് വന്ന് ഇൻഫ്ലുവൻസ് അക്കൗണ്ട് കാണാം. കഴപ്പന്മാരാണോ നമ്മൾ യഥാർത്ഥ കഴപ്പന്മാര്? വെടിയോടാ പറ്റോ? വെടിയോടാ ഞാനാ ചാവും പട്ടി. മാറി വെടിയോടാ 47 സെക്കൻഡ് 4 പേര് വെടിച്ചോറാ പറ്റും. എന്നാലും
ഫ്രണ്ടിലാണ് ഇവിടെ അല്ലേ ഫ്രണ്ടിലാ ട്രക്കി കോണിന് കിട്ടിയോട്ടാ പണ്ടി 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 സില്ലോ പണ്ടി സരക്കേ പന്നി എടാ മരനാറി നീ എന്തൊരു പേടിക്കല്ലേ അയ്യാ എടാ മരനാറി എനിക്കിട്ട് കണ്ണാപ്പി ചത്ത് കേട്ടാ കണ്ണാപ്പി ചത്ത് കണ്ണാപ്പി പിക്കിന് വേണ്ടിട്ടോ കഠിനപ്രായത്ത കണ്ണാപ്പി പ്രൊഫസർ സിൽവരെ എടുത്ത് ഒരുത്ത വെടി മനസ്സിൽ ഓടുന്നു വരുന്ന നോക്ക് നൈസ് സേവിങ് നൈസ് ചത്തില്ലേ രാജ്യത്തില്ലേ അവിടെ നിങ്ങൾ കേറി വരാൻ വേണ്ടി വിളിച്ചിരിക്കുകയാണ് എത്ര നേരം വിളിച്ചിരുന്നറിയോ അടുത്ത ടെർഫിലോട്ട് പോവാ നൈസ് പ്ലേ ബാബുവിനോട് കയറാൻ പറയട്ടെ പോട്ട് ഞാൻ പോട്ട് കണ്ണാപ്പി ഞാൻ അടിച്ച് പൊതച്ചാണ് ഞാൻ നോക്കിയപ്പോഴേ കണ്ണാപ്പി ഇറങ്ങിയപ്പോ കണ്ണാപ്പിന് മറ്റേ പുറകെ മൊത്തവും വെടിയുണ്ടായി രക്തവും ശരീരം മൊത്തം വെടിയുണ്ടായി രക്തവും ഇപ്പൊ നല്ല രസമാണ് നമ്മൾ തിയേറ്റർ സിനിമ അടിക്കുന്നുണ്ട് നമ്മുടെ എന്തായാലും ടിഒ പ്രൊഫസർ ആൻഡ് ടീമിനെ എന്തായാലും കണ്ടിട്ടുണ്ട് കരിലാവിലേക്ക് പ്രാന്തായി കരിലാവിലെ കൂട്ടാൻ അടിച്ചത് നിന്നെ ഒന്ന് വെച്ചക്കില്ലെന്ന് പറഞ്ഞോണ്ട് കരിലാവിലെ അറങ്ങിയൊക്കെ അടിക്കുന്നുണ്ട് കരിലാവിലേക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നമ്മൾ അറ്റാക്ക് ചെയ്യണമെന്ന് 19 സെക്കൻഡാണ് ഇനി ബാക്കിയുള്ളത് ഈ 19 സെക്കൻഡിൽ 3 പേരെടുക്കാം 1v3 നോ ഹെഡ് #no hate ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യൂ ഞാൻ ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞോണ്ട് അടിക്കൂ മോനെ അടിക്കടിക്കടിക്കടിക്കട്ടെ കണ്ണാപ്പി അടിക്കുന്നോണ്ട് കണ്ണാപ്പി തിരിച്ചടിക്കുന്നത് നീ ആരുടെ അടിക്കുന്നത് പറഞ്ഞിട്ട് പിറകില് തിരിച്ചടിക്കുന്നോണ്ട് നമ്മുടെ കരിലാലിലേക്ക് നല്ല പോലെ കിട്ടും പുല്ല് കറണ്ടത് തിരിച്ചോടാം മൈരി എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് നമ്മളെ സിൽവ അടിക്കുന്നുണ്ട് മെനറ്റാൾസിന്റെ വയസ്സ് പോലെ തന്നെ വർഷം കഴിഞ്ഞിട്ട് നമ്മളെ ടർഫ് ഞാൻ പോയി വരുന്നുണ്ട് എന്തായാലും ടർഫ് കഴിഞ്ഞിട്ടുണ്ട് ഓടി വരുന്നത് അവൻ എത്ര നേരം കൊണ്ട് അതിന്റെ മണ്ടൊക്കെ കേട്ടിരിക്കുക എന്നാ ഇവന്മാരെ വിളിച്ചൊക്കെ ഇതാക്കിയാ പോരെ എന്റെ അമ്മച്ചി ഇജ്ജാതെയൊക്കെ എന്നെ പുറത്തുനിന്ന് അടിച്ചേട്ടോ അടുത്തോട്ട് പ്രിൻസസിന് കില്ല് അല്ല പ്രിൻസസിന് കില്ല് കിട്ടുന്നുള്ളു എന്നെ വെളിയിൽ നിന്ന് വേറെ എന്നെ വെളിയിൽ നിന്ന് അടിച്ചത് ഇല്ല പ്രിൻസസ് അകത്തായിരുന്നു വേറെ ആരണ്ട ഫ്രണ്ടിൽ കണ്ട ആളല്ല വെളിയിൽ നിന്ന് വേറെ അടിയെന്നെ നിങ്ങളുടെ പ്രിൻസസിന്റെ പുറകെ ആന്ന് തോന്നുന്നു ബാക്കിൽ നിന്ന് വന്ന അതായത് എനിക്ക് എന്റെ കില്ല് പ്രിൻസസിനാ പക്ഷെ പ്രിൻസസ് അകത്തായിരുന്നു പ്രിൻസസിന് ബാക്കപ്പ് വന്ന നിങ്ങൾ വെളിയിൽ നിന്ന് തന്നെ അടിച്ചത് അടുത്ത